ഇന്നത്തെ ഈ വീഡിയോയിൽ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഡയബറ്റിക് ആയ ആൾക്കാർ എങ്ങനെയാണ് അവരുടെ ജീവിത ശൈലിയുമായി ബന്ധപ്പെട്ട് ഒരു മാറ്റം കൊണ്ടുവരാൻ എളുപ്പത്തിൽ സാധിക്കുക. അങ്ങനെ അത് എളുപ്പത്തിൽ സാധിക്കാനായിട്ട് നമുക്ക് ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന 2 സൈക്കോളജിക്കൽ ടെക്നിക്ക് പറയുക എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. 2 സൈക്കോളജിക്കൽ ടെക്നിക്ക് എന്ന് മാത്രം പറയാൻ ഉദ്ദേശിക്കുന്നതിൻ്റെ റീസൺ മറ്റൊന്നുമല്ല. ഒരുപാട് സൈക്കോളജിക്കൽ മെത്തേഡ്സ് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. അത് നമ്മുടെ ജീവിതത്തിൽ പുതിയ ഹാബിറ്റുകൾ ഫോം ചെയ്യുന്നതിന് നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. പക്ഷേ അതെല്ലാം ഒറ്റ വീഡിയോയിലൂടെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും തന്നെ മനസ്സിൽ ഓർത്ത് വെക്കത്തുമില്ല, അതൊന്നും പ്രാക്ടീസ് ചെയ്യാനും പോകുന്നില്ല. അതുകൊണ്ട് 2 ടെക്നിക്കുകൾ ഈ വീഡിയോയിൽ പറയുന്നു. കൂടുതൽ ടെക്നിക്കുകൾ അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ പ്ലീസ് ഡു കമൻറ്റ്. അതിനുവേണ്ടി മാത്രമായിട്ട് നമുക്കൊരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം. അപ്പോൾ ഒരു ഡയബറ്റിക് പേഷ്യൻ്റ് ഏറ്റവും കൂടുതൽ ചലഞ്ച് അനുഭവപ്പെടുന്നത് മരുന്ന് കഴിക്കുന്നതിനോ അതല്ല എങ്കിൽ അയാൾ ഒരു മരുന്ന് വാങ്ങുന്നതിനോ ഒന്നും ആയിരിക്കില്ല. മറിച്ച് അയാൾ അത്രയും വർഷം പിന്തുടർന്ന് വന്ന ഒരു ശീലത്തെ മാറ്റി പുതിയ ഒരു ശീലത്തിലേക്ക് മാറുന്ന ഒരു പ്രോസസ്സാണ് അയാൾക്ക് ഏറ്റവും കൂടുതൽ ചലഞ്ചിങ് ആയിട്ട് മാറുന്നത്. നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളതാണ്, ഡയബറ്റിക് ആയി കഴിഞ്ഞാൽ അതിനെ നമുക്ക് റിവേഴ്സ് ചെയ്യാം. അങ്ങനെ റിവേഴ്സ് ചെയ്യണമെങ്കിൽ നമ്മൾ ആഹാര രീതിയിൽ മാറ്റം വരുത്തണം. അതുപോലെ തന്നെ നമ്മുടെ ശാരീരികമായിട്ടുള്ള പ്രവർത്തനക്ഷമത കൂട്ടണം. നമ്മൾ കുറച്ച് വ്യായാമങ്ങളിൽ കൃത്യമായി ഏർപ്പെടണം. ഇത് നമുക്കറിയാം. പക്ഷേ ഇതൊരു പുതിയ ശീലമാണ്. ഒരുപക്ഷെ ചെറുപ്പം മുതൽ എക്സസൈസ് ചെയ്തിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊന്ന് തുടങ്ങി കിട്ടുക എന്നുള്ളത് മാത്രമായിരിക്കും അവരുടെ ചലഞ്ച്. പക്ഷേ അതുപോലെ ആയിരിക്കത്തില്ല നമ്മുടെ അമ്മമാർ, നമ്മുടെ വീട്ടിൽ ഉള്ള മറ്റ് സ്ത്രീകൾ, ഒരുപക്ഷെ നമ്മുടെ സഹോദരി, അമ്മ അല്ലെങ്കിൽ അമ്മുമ്മ അല്ലെങ്കിൽ ഇതുപോലെയുള്ളവർക്കൊന്നും വ്യായാമം ചെയ്ത് ശീലമില്ല. അപ്പോൾ ഈ ശീലമില്ലാത്ത കാര്യങ്ങളെ നമ്മൾ പുതിയതായിട്ട് തുടങ്ങുക എന്ന് പറയുന്നതാണ് ഒരാൾ ഡയബറ്റിക്കായി ഡയഗ്നോസ്ഡ് ആയി കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം ഫേസ് ചെയ്യുന്ന ഒരു വലിയ ചലഞ്ച്. അപ്പോൾ ഇത്തരത്തിലുള്ള ചലഞ്ചുകളെ ഒരു സ്വഭാവ രൂപീകരണത്തിൻ്റെ ഭാഗമായി നിന്ന് ആലോചിക്കുമ്പോൾ ഉപയോഗിക്കാൻ പറ്റുന്ന 2 ടെക്നിക്കുകളാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. അതിൽ ആദ്യത്തെ ടെക്നിക്ക് എന്ന് പറയുന്നത് ഇഫ് ദെൻ ടെക്നിക്ക്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇങ്ങനെ സംഭവിച്ചാൽ ഞാൻ അങ്ങനെ ചെയ്യും എന്ന് നമ്മൾ മെൻ്റലി പ്രിപ്പയർ ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഇഫ് ദെൻ ടെക്നിക്ക് എന്ന പേരിൽ അറിയപ്പെടുന്ന നമ്മുടെ ആദ്യത്തെ ടെക്നിക്ക്. നിങ്ങളൊരു കല്യാണത്തിന് പോകുന്നു, കല്യാണത്തിൻ്റെ സദ്യ കഴിക്കുന്നു. ആദ്യം പരിപ്പും, തിരുവനന്തപുരത്താണെങ്കിൽ ആദ്യം പരിപ്പും ചോറും വരുന്നു. അത് കഴിഞ്ഞ് സാമ്പാറും ചോറും വരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം 4, 5 തരത്തിലുള്ള പായസങ്ങളുടെ വരവാണ്. ആദ്യം അടപ്രഥമൻ, പിന്നെ കടലപ്പരിപ്പ് പായസം, പിന്നെ ബോളി. ഇത് ചില കല്യാണങ്ങളിലാണെങ്കിൽ പൈനാപ്പിൾ പായസം, പല വെറൈറ്റി ഓഫ് പായസംസ് കാണും. അപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ ഇരിക്കുന്നവരുടെ കൂടെ ഇരിക്കുമ്പോൾ നമ്മളും കഴിക്കാനായിട്ടൊരു ടെൻഡൻസി തോന്നും. അപ്പോൾ നമ്മൾ കല്യാണത്തിന് പോകുന്നതിന് മുമ്പ് ഞാൻ സദ്യ ഉണ്ണാൻ കയറുകയാണെങ്കിൽ ഞാൻ ഇങ്ങനെ ആയിരിക്കും ഒരു ബിഹേവിയർ ഉണ്ടാക്കാൻ പോകുന്നത് എന്ന് നമ്മൾ നേരത്തെ കൂട്ടി ആലോചിക്കുക എന്നുള്ളതാണ് ഇഫ് ദെൻ മെത്തേഡിൻ്റെ അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം. ഇത് എന്തുകൊണ്ട് ചെയ്യണം എന്ന് ചോദിച്ചാൽ, ഒരു ബിഹേവിയർ ചേഞ്ചുമായി ബന്ധപ്പെട്ട് നമ്മൾ ആലോചിക്കുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് നമുക്ക് നല്ല മോട്ടിവേഷൻ ഉണ്ടെങ്കിൽ ഒരു പുതിയ സ്വഭാവം ഉടനെ തന്നെ ഉണ്ടാകുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ മോട്ടിവേഷൻ ഉണ്ടായാൽ മാത്രം നമുക്കൊരു പുതിയ സ്വഭാവം രൂപീകരിക്കാൻ സാധിക്കില്ല. മറിച്ച് ഒരു പുതിയ സ്വഭാവം രൂപീകരിക്കപ്പെട്ട് അത് നമുക്ക് പിന്തുടരണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് വേണ്ടത്, നിങ്ങൾ ആദ്യം നിങ്ങളുടെ ആ പുതിയ സ്വഭാവത്തെ പിന്തുടരാൻ കഴിയാതെ ഇരിക്കുന്ന കുറേ ട്രിഗർ പോയിന്റുകളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ ഒരു ബ്രെഡ് വാങ്ങുന്നതിന് വേണ്ടി ബേക്കറിയിലേക്ക് കയറുന്നു വിചാരിക്കുക. അത് ഷുഗർ കട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാൾ, അത് ഡോക്ടറിനെ കണ്ടതിന് ശേഷം ഡോക്ടർ പറഞ്ഞു ഇനി ആവശ്യമില്ലാത്ത ബേക്കറി ഫുഡുകളൊന്നും കഴിക്കരുത്. പക്ഷെ നിങ്ങളുടെ ഉള്ളിൽ ലഡു, ജിലേബി എന്നൊക്കെ കാണുന്നത് തന്നെ നിങ്ങൾക്ക് വായിൽ കൊതി വരുന്ന ഒരു സാഹചര്യമാണ്. നിങ്ങൾ അവിടെ പോകുന്നു. ആ സമയത്ത് ലഡു അവിടെ ലൈറ്റ് എല്ലാം ഇട്ട് നല്ല അടുക്കി ഡെക്കറേറ്റ് ചെയ്ത് ഇങ്ങനെ വെച്ചിരിക്കുന്ന അത് കാണുമ്പോൾ നിങ്ങൾക്ക് വാങ്ങാനായിട്ട് ഒരു ടെൻഡൻസി ഉണ്ടാവും. ഇതിനെയാണ് ഞാൻ ഈ ട്രിഗർ പോയിന്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രസകരമായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഫുഡ് ഹാബിറ്റുമായി ബന്ധപ്പെട്ട ഒട്ടുമിക്ക ട്രിഗേഴ്സിനെയും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് നിങ്ങൾ ഈ ട്രിഗർ പോയിന്റിനെ ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം ഈ രീതിയിലുള്ള ഒരു ട്രിഗർ വന്നാൽ ഞാൻ ഈ രീതിയിലായിരിക്കും ബിഹേവ് ചെയ്യാൻ പോകുന്നത്. ഇങ്ങനെ നിങ്ങളൊന്ന് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പുതിയ ഒരു ഡയറ്റ് സ്വഭാവത്തിലേക്ക് മാറാൻ വളരെയധികം ഈസി ആയിരിക്കും. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാര്യത്തെ കുറച്ചും കൂടി ഈസിയാക്കി നിങ്ങൾക്കതിലേക്ക് ഏർപ്പെടാൻ സാധിക്കും. ഓക്കെ, ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ ഉച്ചയ്ക്ക് ഊണ് കഴിക്കുകയാണെങ്കിൽ ഞാൻ ഒരു മുട്ട അതിനകത്ത് കഴിക്കും, അല്ലെങ്കിൽ കുറച്ച് ചിക്കൻ, കുറച്ച് ഫിഷ്, കുറച്ച് തോരൻ, ഇങ്ങനെ ആയിരിക്കും ഞാൻ കഴിക്കുന്നത്. അതല്ലെങ്കിൽ ഞാൻ ഉച്ചയ്ക്ക് ഊണ് കഴിക്കുകയാണെങ്കിൽ ആദ്യം
ഞാൻ സാലഡ് കഴിക്കും. ഇത് ഇഫ് ദെൻ എന്ന് പറയുന്ന മെത്തേഡിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു ഉദാഹരണമാണ്. നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇത് പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നത്, നമ്മൾ മെൻ്റലി വിചാരിക്കുന്നത് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള കുറേ ഗൈഡ് ലൈൻസ് ഒക്കെ വെച്ചിട്ട് നമ്മൾ ഭയങ്കരമായ രീതിയിൽ ബലം പിടിച്ചാണ് ഈ പുതിയ സ്വഭാവം രൂപീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ചിന്തിച്ച് വെക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ മോട്ടിവേഷൻ അല്ല യഥാർത്ഥത്തിൽ ഒരു സ്വഭാവത്തിൽ വരുത്തുന്ന മാറ്റം നിർണ്ണയിക്കുന്നത്. മറിച്ച് നിങ്ങളിത് എപ്പോഴും ഓർത്തോളണം. മറിച്ച് നമ്മുടെ മുമ്പിൽ വരുന്ന ട്രിഗർ പോയിൻറ്റ്സ്, അതിന് നമ്മൾ ഏത് തരത്തിലുള്ള റെസ്പോൺസാണ് കൊടുക്കുന്നത് എന്നതാണ് പുതിയ സ്വഭാവ രൂപീകരണത്തിൻ്റെ സക്സസ് ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഇഫ് ദെൻ മെത്തേഡ് എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ പ്ലീസ് ഡു കമൻറ്റ്. നമുക്ക് ആ വഴിക്ക് അത് നോക്കാം. ഇനി നമ്മുടെ രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് കുറച്ചും കൂടെ രസകരമാണ്, വളരെ എളുപ്പമാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഡയബറ്റിക് ആയ അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ പരമായ ഡിസീസുകളുള്ള ആൾക്കാർക്ക് എല്ലാ ഡോക്ടേഴ്സും ശാസ്ത്രീയമായി സജസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് കൃത്യമായ രീതിയിലുള്ള വ്യായാമത്തിൽ ഏർപ്പെടുക എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ വ്യായാമത്തിൽ ഏർപ്പെടുക എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ വിചാരിക്കുന്നത്, അല്ലെങ്കിൽ പലപ്പോഴും പല വീഡിയോകളിലായി ഡോക്ടേഴ്സ് തന്നെ സജസ്റ്റ് ചെയ്യുന്ന ഒരു രീതി എന്ന് പറയുന്നത് 1 മണിക്കൂർ വ്യായാമം ചെയ്യണം, അരമണിക്കൂർ നടക്കണം. നമ്മൾ ഈ അരമണിക്കൂർ 1 മണിക്കൂർ എന്ന് വളരെ സ്പെസിഫിക് ആയ ഒരു ഫിഗർ പറയുന്നതിന് പകരം, ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ടെക്നിക്ക്, അങ്ങനെ പറയുന്നതിന് പകരം നമ്മൾ അവിടെ ഒരു റേഞ്ച് ഫിക്സ് ചെയ്ത് വെക്കുക. റേഞ്ച് ഫിക്സ് ചെയ്യുക എന്ന് പറഞ്ഞാൽ 1 മണിക്കൂർ നടക്കുക എന്ന് പറയുന്നതിന് പകരം നമ്മൾ മനസ്സിൽ പറയേണ്ടത് ഒരു 30 മിനിറ്റ് മുതൽ 1 മണിക്കൂർ വരെ വ്യായാമത്തിൽ ഏർപ്പെടുക. ഓക്കെ, ഇത് കേൾക്കുമ്പം ഇതിലെന്താണ് വ്യത്യാസം സംഭവിക്കാൻ പോകുന്നതെന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും. അരമണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ, അല്ലെങ്കിൽ 10 മിനിറ്റ് മുതൽ 30 മിനിറ്റ് വരെ നടക്കണം എന്ന് തീരുമാനിക്കുമ്പോൾ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് ജോലിക്ക് പോകുന്നു, ജോലി കഴിഞ്ഞ് ക്ഷീണിച്ച് വീട്ടിൽ വരുന്നു, വൈകുന്നേരം വരുമ്പോൾ ഏകദേശം ഒരു 5:30-6 മണിയാകും എന്ന് വിചാരിക്കുക. ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ മനസ്സിൽ ശപഥമെടുത്തിരിക്കുന്നത് 1 മണിക്കൂർ നടക്കണം. നിങ്ങളൊന്ന് റിലാക്സ് ചെയ്ത് ചായയോ കോഫിയോ ഒക്കെ ഒന്ന് കുടിച്ച് ക്ഷീണമൊക്കെ ഒന്ന് മാറ്റി വരുമ്പോൾ 7 മണിയാവും. അപ്പോൾ നിങ്ങൾ ഒരുപക്ഷെ വീട്ടിൽ ഇനി രാത്രി ഡിന്നർ എന്നുണ്ടാക്കും എന്നുള്ള കൺഫ്യൂഷനിൽ ഇരിക്കുമായിരിക്കും. അതല്ല എന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ എന്തായാലും 7 മണിയായി, നടക്കാൻ പോയി കഴിഞ്ഞാൽ 1 മണിക്കൂർ, അപ്പോൾ 7 മണി മുതൽ 8 മണി വരെ നടക്കുക, പിന്നെ തിരിച്ചു വരിക, പിന്നെ കുളിക്കുക, രാത്രി ഭക്ഷണം കഴിക്കുക, പിന്നെ കിടക്കുക. ഇങ്ങനെ ആലോചിക്കുമ്പോഴത്തേക്കും മെൻ്റലി നമ്മൾ തന്നെ വിചാരിക്കും ഇന്ന് വേണ്ട, ഇന്ന് നടക്കുന്നതിന് വരെ നമുക്ക് നാളെ മുതൽ നടക്കാം എന്ന് വിചാരിക്കും. പക്ഷേ ഇതേ സാധനം തന്നെ നമ്മൾ ഒരു റേഞ്ചിലായിട്ട് ഫിക്സ് ചെയ്യുകയാണെങ്കിൽ, അതായത് ഞാൻ ഇന്നൊരു 20 മിനിറ്റ് മുതൽ 30 മിനിറ്റ് വരെ നടക്കും. അപ്പോൾ നമ്മുടെ മൈൻഡിൽ നമുക്ക് തന്നെ നമ്മുടെ നെർവസ് സിസ്റ്റത്തിൽ പ്രോസസ്സ് ചെയ്തിരിക്കുന്ന കാര്യം 20 മിനിറ്റ് 30 മിനിറ്റ്, അപ്പോൾ എന്തായാലും സമയമുണ്ടല്ലോ, അപ്പോൾ ഒരു 20 മിനിറ്റ് ഒന്ന് പോയി നടന്നിട്ട് വരാം എന്നുള്ള ഒരു തിങ്കിങ് പ്രോസസ്സ് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ വീണ്ടും ഓർക്കുക, 2 മെത്തേഡുകൾ, ഈ 2 മെത്തേഡുകൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പുതിയൊരു ഡയറ്റിലേക്ക് സക്സസ്ഫുൾ ആയിട്ട് മാറാൻ ഈ 2 ടെക്നിക്കും ഹെൽപ്പ് ചെയ്യും. നിങ്ങളിത് പരീക്ഷിച്ച് നോക്കണം. നിങ്ങൾ ഇന്ന് മുതൽ തന്നെ ഇത് പ്രാക്ടീസ് ചെയ്യണം. നേരത്തെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞ പോലെ ഡയറ്റ് ചേഞ്ച് ചെയ്യുന്നതിന് സൈക്കോളജിക്കലായിട്ടുള്ള ഒരുപാട് മെത്തേഡുകളുണ്ട്. നിങ്ങൾ അത്തരം മെത്തേഡുകൾ അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ പ്ലീസ് ഡു കമൻറ്റ്. നമുക്ക് അതിനുവേണ്ടി എക്സ്ക്ലൂസീവായി എണ്ണി പറഞ്ഞുകൊണ്ട് ഓരോ ടെക്നിക്കായിട്ട് പറഞ്ഞ് ഡയബറ്റിക്കോ ലൈഫ് സ്റ്റൈൽ ഡിസീസുമായി ബന്ധപ്പെട്ട പുതിയ സ്വഭാവ രൂപീകരണത്തിന് എങ്ങനെ സൈക്കോളജിക്കൽ മെത്തേഡ്സ് ഉപയോഗിക്കാം എന്ന ഒരു വീഡിയോ നമുക്ക് ചെയ്യാം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. വീണ്ടും പുതിയൊരു വീഡിയോയുമായി നമുക്ക് ഉടനെ കാണാം.